ഇന്ത്യൻ സാമ്പത്തിക പരിതസ്ഥിതിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രിയാണ്. നമ്മുടെ സമ്പദ്ഘടന ഏത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്? നമുക്ക് ഏവർക്കും അറിയാം, ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് നേഷൻ. ഇന്ത്യ ഒരു വികസന രാഷ്ട്രമാണ്. വികസന പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യം തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക നയങ്ങളിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കാരണം വി ആർ എ ഡെവലപ്പിംഗ് നേഷൻ. അപ്പോൾ സാമ്പത്തിക വളർച്ചയുടെ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളൊരു ഡെവലപ്പിംഗ് നേഷൻ ആണെന്നുള്ളത് ഇന്ത്യൻ ഇക്കണോമിക് എൻവയോൺമെൻ്റ് ഒരു പ്രത്യേകതയാണ്. സെക്കൻഡ്ലി, ഇക്കണോമിക് സ്ട്രക്ചർ. വി നോ വി ആർ ഫോളോവിങ് എ മിക്സഡ് ഇക്കണോമി. ഒരേ സമയത്ത് പബ്ലിക് സെക്ടറുമുണ്ട്, പ്രൈവറ്റ് സെക്ടറുമുണ്ട്. ഒരേ സമയത്ത് ഗവൺമെൻറ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങളും ഇവിടെയുണ്ട്. ഒരേ സമയത്ത് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന സംവിധാനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇക്കണോമിക് സ്ട്രക്ചറിനാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഒരു പ്രത്യേകത, നമ്മൾ ഫോളോ ചെയ്യുന്നത് മിക്സഡ് ഇക്കണോമിയാണ്. ഒരേ സമയത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും നിലനിൽക്കുന്നുണ്ട്. മൂന്നാമതായി, ഇക്കണോമിക് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ് സാമ്പത്തിക നയങ്ങൾ ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇക്കണോമിക് എൻവയോൺമെൻറ്റിനെ നിർണ്ണയിക്കുന്നതിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് പോളിസികൾ, സാമ്പത്തിക നയങ്ങൾ. ഇത് മേ ബി ഇൻഡസ്ട്രിയൽ പോളിസി ഓർ മോണിറ്ററി പോളിസി ഓർ ഫിസ്ക്കൽ പോളിസീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഏറെ നിർണായകമാണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക ഘടകമായിട്ട് മാറുന്നത് ഇക്കണോമിക് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ് ആണ്. ആൻഡ് ഓൾസോ ദ ഇക്കണോമിക് പ്ലാനിങ്. അനദർ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഓഫ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ഇക്കണോമിക് പ്ലാനിങ്. 5 ഇയർ പ്ലാനുകളും ആനുവൽ പ്ലാനുകളും ആയിട്ടുള്ള ആനുവൽ ബജറ്റുകളും അതിൽ വരുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷം ബജറ്റുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കുന്നുണ്ട്. ഇവയെല്ലാം ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ആൻഡ് ഓൾസോ ഇക്കണോമിക് ഇൻഡീസസ്. ദർ ആർ സോ മെനി ഇക്കണോമിക് ഇൻഡീസസ് ആർ ദർ. ഒരുപാട് സൂചികകൾ, സാമ്പത്തിക സൂചികൾ നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ആ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ദിശ നിർണ്ണയിക്കാനുമൊക്കെ പല ഇക്കണോമിക് ഇൻഡീസസ് ആണ് ഉപയോഗിക്കുക, സാമ്പത്തിക സൂചികകളാണ് ഉപയോഗിക്കുക. നാഷണൽ ഇൻകം ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, റേറ്റ് ഓഫ് GNP, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, പെർ ക്യാപിറ്റ ഇൻകം, ഡിസ്പോസൽ ഓഫ് പേഴ്സണൽ ഇൻകം, റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇങ്ങനെയുള്ള അനവധി സൂചികളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും നമ്മുടെ സാമ്പത്തിക പുരോഗതിയും വിലയിരുത്തുന്നത്. ആ ഇക്കണോമിക് ഇൻഡീസസ് ഇന്ത്യൻ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ലാസ്റ്റ്ലി, ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ ഘടകങ്ങളൊക്കെയും നമ്മുടെ ഇക്കണോമിക് എൻവയോൺമെൻറ്റിനെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 6 ഘടകങ്ങളെക്കുറിച്ചാണ്, ഇന്ത്യൻ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ പ്രത്യേകത നിർണ്ണയിക്കുന്ന 6 ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ കണ്ടത്. സ്റ്റേജ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് സ്ട്രക്ചർ, ഇക്കണോമിക് പോളിസീസ്, ഇക്കണോമിക് പ്ലാനിങ്, ഇക്കണോമിക് ഇൻഡീസസ് ആൻഡ് ഓൾസോ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ്. ഇത്തരം ഘടകങ്ങൾ ആണ് ഇന്ത്യൻ ഇക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ പ്രത്യേകതകൾ നിർണ്ണയിക്കുന്നത്. അല്ലെ, നമ്മുടെ ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് ഇവയൊക്കെ. നെക്സ്റ്റ് വി ഷാൾ ഡിസ്കസ് അബൌട്ട് ദ ഇക്കണോമിക് പോളിസി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ ഇക്കണോമിക് പോളിസിയിലുണ്ടായ മാറ്റം എന്താണ്? 1947 ശേഷം നമ്മൾ പിന്തുടരുന്ന പോളിസി, ഇക്കണോമിക് പോളിസി, സാമ്പത്തിക നയം എന്തായിരുന്നു? അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾക്കാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയുള്ള കാലഘട്ടങ്ങളിൽ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? അതിൽ നിന്നും ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് സ്വാതന്ത്ര്യം കിട്ടി ഉടനെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു. ഗവൺമെൻറ് കൺട്രോൾ ഓവർ സർട്ടൻ ഇൻഡസ്ട്രീസ്, സെൻട്രൽ പ്ലാനിങ് ആൻഡ് റെഡ്യൂസ്ഡ് ഇമ്പോർട്ടൻസ്
of private sector. These all were the main features of the economic policy immediately after independence. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുത്തത് തന്ത്രപ്രധാന വ്യവസായ മേഖലയൊക്കെ ഗവൺമെൻറ് കൺട്രോളിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. സെൻട്രൽ പ്ലാനിംഗ് കൊണ്ടുവരണം. അതുപോലെ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് ഉള്ള പ്രാധാന്യം കുറയ്ക്കണം. നാഷണലൈസേഷൻ എന്നുള്ള സങ്കല്പം, ദേശസാൽക്കരണം, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങളെ, തന്ത്രപ്രധാനമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോളിലേക്ക് കൊണ്ടുവരണം. തന്നെയല്ല മൊത്തത്തിൽ വ്യവസായ മേഖലയിൽ LPQ എന്നുള്ളൊരു പോളിസി ആയിരുന്നു പഴയ കാലത്ത് പിന്തുടർന്നു പോന്നിരുന്നത്. എന്താണ് LPQ? എന്താണ് LPQ? ലൈസൻസിങ്, പെർമിറ്റ് ആൻഡ് കോട്ട സിസ്റ്റം ആയിരുന്നു അത്. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ലൈസൻസ് എടുക്കണം, അല്ലെ പെർമിറ്റ് ആവശ്യമാണ്. പല കാര്യങ്ങൾക്കും പെർമിറ്റ് എടുക്കണം. കോട്ട സിസ്റ്റം, ഇമ്പോർട്ട് കോട്ട നിശ്ചയിക്കുന്നു. ഓരോ ബിസിനസ് സ്ഥാപനത്തിനും ആവശ്യാനുസരണം റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ യന്ത്രസാമഗ്രികളോ ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഓരോ സാധനങ്ങളുടെ ഇമ്പോർട്ടിൽ കോട്ട നിശ്ചയിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോട്ട അനുസരിച്ച് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു. അല്ലെങ്കിൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നയമായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായിരുന്നത്. പഴയ സാമ്പത്തിക നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തിനു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണം ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്? ഇനീഷ്യേറ്റ് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ള പ്രശ്നം, തൊഴിലില്ലായ്മ എന്നുള്ള പ്രശ്നം പരിഹരിക്കുക. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കുക, തൊഴിലില്ലായ്മ ഇല്ലാതാക്കുക, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നത്. സോ ഇനീഷ്യേറ്റ് റാപ്പിഡ് ഇക്കണോമിക് ഗ്രോത്ത് ടു റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. അപ്പോൾ അത്തരത്തിലുള്ള ഇക്കണോമിക് ഗ്രോത്ത്, റാപ്പിഡായിട്ടുള്ളൊരു ഇക്കണോമിക് ഗ്രോത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആ ഇക്കണോമിക് ഗ്രോത്തിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഗവൺമെൻറ് ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഓൾസോ ബിക്കം സെൽഫ് റിലയൻറ്റ് ആൻഡ് സെറ്റപ്പ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ് വിത്ത് എംഫസൈസ് ഓൺ ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ്. അപ്പോൾ സ്വയം പര്യാപ്തത എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്വയം പര്യാപ്തമാകണം, ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആവണം, സ്വയം പര്യാപ്തത നേടണമെന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ബിക്കം സെൽഫ് റിലയൻറ്റ് ആൻഡ് സെറ്റപ്പ് എ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ ബേസ്. അതിനുവേണ്ടി എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ ബേസ് സ്ട്രോങ് ആക്കണം. ഏതിന് എംഫസൈസ് കൊടുക്കണം? വിത്ത് എംഫസൈസ് ഓൺ ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ്. അടിസ്ഥാന വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നയമായിരിക്കണം. ദെൻ തേർഡില് റെഡ്യൂസ് ഇൻഇക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. മൂന്നാമത് നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക നയം ഊന്നൽ കൊടുത്തിരുന്നത് ഇൻഇക്വാലിറ്റീസ്, ഇൻകം ആൻഡ് വെൽത്തിലുള്ള ഉള്ളവനും ഇല്ലാത്തവനും നമ്മൾ അന്തരം കുറയ്ക്കുക. ഇൻഇക്വാലിറ്റീസ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു, അല്ലെ അത്തരത്തിലുള്ളൊരു നയമായിരുന്നു. അതുകൊണ്ടാണ് സ്വകാര്യ മേഖലയെ അവഗണിച്ചുകൊണ്ട് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കാനുള്ള ഒരു പോളിസി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. മോറോവർ അഡോപ്റ്റ് എ സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി ആൻഡ് പ്രിവെൻറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ബൈ മെൻ. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയാണ് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ, തുല്യതയുടേതായിട്ടുള്ള ചൂഷണമില്ലാത്ത ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി ആയിരുന്നു ഇന്ത്യ വിഭാവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇന്ത്യൻ സാമ്പത്തിക നയങ്ങളൊക്കെയും പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയെ അവഗണിക്കുന്ന ഒരു നയമായിരുന്നു ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഗവൺമെൻറ് ഗേവ് എ ലീഡ് റോൾ ടു ദ പബ്ലിക് സെക്ടർ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. But the private sector was broadly given the responsibility of developing consumer goods industries. അപ്പോൾ ഉപഭോക്തൃ ഉൽപ്പാദനങ്ങളുടെ നിർമ്മാണവും വിതരണവുമാണ് പ്രധാനമായിട്ടും അന്ന് സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചിരുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള വ്യവസായ മേഖലകളൊക്കെയും പൊതുമേഖലയിലായിരുന്നു.
അല്ലെ, അത്തരത്തിലുള്ളൊരു നയമായിരുന്നു ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. ഗവൺമെൻറ് ഓൾസോ ഇമ്പോസ്ഡ് സെവറൽ റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ ഓൺ ദ വർക്കിംഗ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. സ്വകാര്യ മേഖലയ്ക്ക് പല നിയന്ത്രണങ്ങളും ഗവൺമെൻറ് കൊണ്ടുവന്നു. പല സ്വകാര്യ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഏറ്റെടുത്തു. നാഷണലൈസേഷൻ, ബാങ്കുകളുടെ നാഷണലൈസേഷനൊക്കെ നമുക്കറിയാം. ബാങ്കുകളെയൊക്കെ ദേശസാൽക്കരിച്ചു. ഇൻഷുറൻസ് രംഗം കംപ്ലീറ്റ് ഗവൺമെൻറ് മേഖലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നാഷണലൈസേഷൻ എന്നുള്ള ഒരു രീതിയായിരുന്നു ഗവൺമെൻറ് ഉണ്ടായിരുന്നത് പഴയ കാലത്ത്. സോ ഗവൺമെൻറ് ഓൾസോ ഇമ്പോസ്ഡ് സെവറൽ റെസ്ട്രിക്ഷൻസ്, ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ലൈസൻസിങ് പോലെയുള്ള ഇമ്പോർട്ട് കോട്ട അല്ലെങ്കിൽ ഇറക്കുമതിക്ക് കോട്ട നിശ്ചയിക്കുക പോലെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നു. ആൻഡ് വേരിയസ് റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾസ് ഓൺ ദ വർക്കിംഗ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. അപ്പോൾ സ്വകാര്യ മേഖലയെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നയമായിരുന്നു പഴയ കാലത്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിൽ ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമ്പത്തിക നയമായിരുന്നു ഗവൺമെൻറ് പിന്തുടർന്നു കൊണ്ടുവന്നത്. എന്നാൽ നമുക്കറിയാം, ആ സാമ്പത്തിക നയങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റിയിൽ അടിയുറച്ചുള്ള ഈക്വാലിറ്റിയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ നീതിയിലുമൊക്കെ അടിയുറച്ചുള്ള ഒരു ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സാമ്പത്തിക നയം 1991 വരെ പിന്തുടർന്നു വന്നു ഇന്ത്യ. 1991 ആ സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങൾ വന്നത്. അല്ലെങ്കിൽ ഉദാരവൽകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് പോളിസി വരുന്നത് 1991. ആ സാമ്പത്തിക നയത്തിൽ വ്യതിയാനം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് ഗ്രേറ്റ് ഇക്കണോമിക് ക്രൈസിസ് ആയിരുന്നു. ആ സമയത്തുണ്ടായ ഇന്ത്യയിലുണ്ടായ കടുത്ത സാമ്പത്തിക മാന്ദ്യമായിരുന്നു. നമുക്കറിയാം, ഗൾഫ് വാറിനെ തുടർന്ന് നമ്മുടെ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയൊക്കെ അത് സാരമായിട്ട് ബാധിക്കുകയും ഫോറിൻ ഡെപ്റ്റുകൾ നമുക്ക് സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ 1991 ആ ഇക്കണോമിക് ക്രൈസിസിനെ കുറിച്ചുകൂടെ നമ്മളൊന്ന് പറയേണ്ടിയിരിക്കുന്നു. സോ നെക്സ്റ്റ് അബൌട്ട് ഇക്കണോമിക് ക്രൈസിസ് ഓഫ് 1991. 1991 സാമ്പത്തിക പ്രതിസന്ധി, അതായത് അവിടെ സാമ്പത്തിക രംഗത്തുണ്ടായ മാന്ദ്യം, അത് മറികടക്കാനായിരുന്നു നമ്മുടെ സാമ്പത്തിക നയങ്ങളിൽ പല പരിഷ്കാരങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അപ്പോൾ 1991 ഇക്കണോമിക് ക്രൈസിസിനെ കുറിച്ചുകൂടി നമ്മളൊന്ന് കാണേണ്ടിയിരിക്കുന്നു. In 1991, the economy faced a serious foreign exchange crisis, high government deficit and a rising trend of prices. 1991 ആ സാമ്പത്തിക മാന്ദ്യം നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഡെഫിസിറ്റ് ഉണ്ടാക്കി. വിദേശ പേയ്മെൻറ്റുകളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയാതെ വന്നു. ഗവൺമെൻറ്റിന് കടുത്ത കടബാധ്യതകളുണ്ടായി. ഗവൺമെൻറ് ഡെഫിസിറ്റ്, ബജറ്റിലെ കമ്മിയൊക്കെ വളരെ അധികമായിരുന്നു. ബജറ്റ് അവതരണം പോലും മാറ്റിവെച്ചത് ആ കാലഘട്ടത്തിലാണ് നമുക്കറിയാം. ഇൻഫ്ലേഷൻ വളരെ കടുത്തതായി. വിലകളൊക്കെ വളരെയധികം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. അത് ജീവിതത്തെ ദുസ്സഹമാക്കി, അല്ലെങ്കിൽ സാരമായിട്ട് ജനജീവിതത്തെയും ബിസിനസ്സിനെയും ഒക്കെ ബാധിച്ചു. As a part of economic reforms, the government of India announced a new industrial policy in July 1991. 1991 പുതിയ വ്യവസായ നയം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. വേൾഡ് ബാങ്ക് ആൻഡ് IMF ഓൾസോ സ്റ്റോപ്പ്ഡ് their assistance, leaving the government with no option except to mortgage the country's gold to avoid it defaulting on payments. അത്ര ഗുരുതരമായ പ്രതിസന്ധിയായിരുന്നു ഇന്ത്യയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. വേൾഡ് ബാങ്കോ IMF നമുക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ മടിച്ചു. അപ്പോൾ നമ്മുടെ ഫോറിൻ പേയ്മെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോറിൻ ഡെപ്റ്റ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏക മാർഗമെന്ന് പറയുന്നത് നമ്മുടെ റിസർവായിട്ടുണ്ടായിരുന്ന സ്വർണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നോട്ട് അടിച്ചിറക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിംഗ് ആയിട്ടല്ലേ റിസർവായി വെച്ചിരുന്ന സ്വർണം, അത് നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് ലോൺ എടുത്തത്, മോർഗേജ് ചെയ്തിട്ടാണ് ലോൺ എടുത്തത്. അപ്പോൾ നോട്ടുകൾ അടിച്ചിറക്കുന്നതിന് റിസർവായിട്ട് വെച്ച സ്വർണം പോലും പണയം വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. ദ ക്രൈസിസ് പേവ്ഡ് ദ വേ ഫോർ ദ ലിബറേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കണോമി. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉദാരവൽകൃത സാമ്പത്തിക നയത്തിലേക്ക് വഴിതെളിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കണോമിയുടെ, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഉദാരവൽക്കരണത്തിന് ഈ പ്രതിസന്ധി വഴിതെളിച്ചു. One of the conditions stipulated in the World Bank required India to open itself up to participation from foreign entities in its industries. അപ്പോൾ അവിടെ വേൾഡ് ബാങ്ക് വെച്ചൊരു ഉപാധി അല്ലെങ്കിൽ ലോണുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു റീസ്ട്രക്ചറിങ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് അന്ന് വേൾഡ് ബാങ്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ വിദേശ കമ്പനികളെ അല്ലെങ്കിൽ വിദേശ സ്ഥാപനത്തെ
സ്ഥാപനങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അനുവദിക്കണം. അതായത് അതുവരെ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ഒരു ക്ലോസ്ഡ് ഇക്കണോമി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇക്കണോമി തുറന്നു കൊടുക്കണം വിദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള മറ്റ് എൻറ്റിറ്റീസിന്, അല്ലെങ്കിൽ ഫോറിൻ എൻറ്റിറ്റീസിന്, അല്ലെങ്കിൽ വിദേശത്തുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ വ്യവസായ മേഖല തുറന്നു കൊടുക്കണമെന്നുള്ള ഒരു ക്ലോസ് വെച്ചു. അതിനനുസരണമായിട്ടാണ് നമ്മുടെ സാമ്പത്തിക നയത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്തൊക്കെയായിരുന്നു ആ പുതിയ വ്യവസായ നയത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഇക്കണോമിക് പോളിസിയുടെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? സോ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991, 1991 വ്യവസായ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം, ഇക്കണോമിക് പോളിസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഡസ്ട്രിയൽ പോളിസി. ട്രേഡ് ആൻഡ് ബിസിനസ്സിനെ ബാധിക്കുന്നത് ഈ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അപ്പോൾ അത്തരം 1991 പുതിയ വ്യവസായ നയത്തിൽ ഊന്നൽ കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1991? കാരണം 1991 ആ ഉദാരവൽകൃത സാമ്പത്തിക നയത്തിനനുസരണമായി വ്യവസായ നയത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ പ്രത്യേകതകൾ? 1991 വ്യവസായ നയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ്ലി, the government reduced the number of industries under compulsory licensing to 6. കമ്പൽസറി ലൈസൻസിങ് കേവലം 6 വ്യവസായങ്ങൾക്ക് മാത്രമായിട്ട് ചുരുക്കി. എല്ലാ വ്യവസായ സംരംഭങ്ങൾക്ക് ലൈസൻസ് വേണ്ട. തന്ത്രപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട 6 മേഖലകൾക്ക് മാത്രമേ ലൈസൻസ് മതി. കമ്പൽസറി ലൈസൻസിങ് വാസ് ലിമിറ്റഡ് ടു ഓൺലി 6 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. ആൻഡ് സെക്കൻഡ്ലി, the role of the public sector was limited only to 4 industries of strategic importance. തന്ത്രപ്രധാനമായിട്ടുള്ള, രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള 4 വ്യവസായ മേഖലകൾ മാത്രം ഗവൺമെൻറ്റിന് റിസർവ് ചെയ്തു. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിനെ അംഗീകരിക്കാത്ത കേവലം 4 സെക്ടേഴ്സായിട്ട് പരിമിതപ്പെടുത്തി. പല മേഖലകളിലേക്കും സ്വകാര്യ പങ്കാളിത്തം, അല്ലെങ്കിൽ സ്വകാര്യ ബിസിനസ് സംരംഭങ്ങൾ അനുവദിക്കാൻ തുടങ്ങി. ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ വാസ് ലിമിറ്റഡ് ഓൺലി ടു 4 ഇൻഡസ്ട്രീസ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ തന്ത്രപ്രധാനമായിട്ടുള്ള 4 വ്യവസായ മേഖലകളിലൊഴികെ പബ്ലിക് സെക്ടറിൻ്റെ, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് പങ്കാളിത്തം നൽകി, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് മാത്രമായിട്ട് 4 വ്യവസായ മേഖലകൾ മാത്രമായിട്ട് പരിമിതപ്പെടുത്തി. പബ്ലിക് സെക്ടർ മാത്രമേ 4 മേഖലകളിൽ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറച്ചു, കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്തു കാര്യങ്ങൾ. ദെൻ thirdly, disinvestment was carried out in case of many public sector industrial enterprises. Disinvestment പ്രാവർത്തികമാക്കി, ഓഹരി വിറ്റഴിക്കൽ. അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഷെയറുകൾ നമുക്കറിയാം, അത് ഗവൺമെൻറ്റിൻ്റെ കൈവശമായിരുന്നു, ഗവൺമെൻറ്റിന് മാത്രമായിരുന്നു ഓണർഷിപ്പ്. അത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റഴിക്കുന്ന നയം, അതാണെന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഓഹരി വിറ്റഴിക്കൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്ന രീതിക്കാണെന്ന് പറയുക ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഓഹരി വിറ്റഴിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷനാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, 51% സ്വകാര്യ മേഖലയിലേക്ക് ഓഹരികൾ വിറ്റഴിക്കുമ്പോൾ അവിടെ ഗവൺമെൻറ്റിന് കൺട്രോൾ നഷ്ടപ്പെടും. അതെന്താണ്? പ്രൈവറ്റ് സ്ഥാപനമായിട്ട് മാറും. 51% ഗവൺമെൻറ് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അത് ഗവൺമെൻറ് സ്ഥാപനമായിട്ട്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയായിട്ട് നിലനിൽക്കുകയുള്ളൂ. 51% കുറവാണ് ഗവൺമെൻറ്റിൻ്റെ ഷെയറെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടറിലേക്കുള്ളൊരു സ്ഥാപനമായിട്ട് മാറും. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പല സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലേക്ക്, പൊതുമേഖലയിലുള്ള പല സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലേക്ക് വന്നു. ദ ഷെയർ ഓഫ് ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ വാസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻ മെനി ആക്ടിവിറ്റീസ് 100% FDI വാസ് പെർമിറ്റഡ്. ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്തു. അതായത് വിദേശ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ ഓഹരി പങ്കാളിത്തം അനുവദിച്ചു. അതുപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് വിദേശത്തുള്ളവർക്ക് ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയും. അതായത് ഇന്ത്യൻ ഇക്കണോമി ഓപ്പൺ അപ്പ് ചെയ്തു. ഇന്ത്യയിൽ വിദേശ സംരംഭങ്ങൾ, വിദേശ കമ്പനികൾ ആരംഭിക്കാൻ സാധിക്കും. അതും 100% വിദേശ നിക്ഷേപത്തോടു കൂടി. 100% FDI പല മേഖലകളിലും അനുവദിച്ചു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപം പൂർണ്ണമായിട്ടും വിദേശ നിക്ഷേപം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ വ്യക്തിക്ക് ഇന്ത്യയിൽ ബിസിനസ് സംരംഭം ആരംഭിക്കാനുള്ള അനുമതി കിട്ടി.
സോ ദ ഷെയർ ഓഫ് ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ വാസ് ഇൻക്രീസ്ഡ്. ഇന്ത്യൻ കമ്പനികളിൽ വിദേശീയർക്ക് അല്ലെങ്കിൽ ഫോറിനേഴ്സിന് എന്താണ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ, ഷെയർ നിക്ഷേപം പൂർണ്ണമായിട്ടും വിദേശ നിക്ഷേപത്തോടു കൂടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ കമ്പനികൾ ആരംഭിക്കാമെന്നുള്ള സ്ഥിതിവിശേഷം വന്നു. സോ ദ ഷെയർ ഓഫ് ഫോറിൻ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ വാസ് ഇൻക്രീസ്ഡ് ആൻഡ് ഇൻ മെനി ആക്ടിവിറ്റീസ് 100% foreign direct investment was permitted and also automatic permission was granted for technology agreements with foreign companies. അപ്പോൾ ടെക്നോളജിക്കൽ കൊളാബറേഷൻസ് അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പെർമിഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് പെർമിഷൻ വാസ് ഗ്രാൻഡഡ്. അതായത് വിദേശ ടെക്നോളജി ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആയി. ഓട്ടോമാറ്റിക് പെർമിഷൻ വാസ് ഗ്രാൻഡഡ് ഫോർ ടെക്നോളജി എഗ്രിമെൻറ്റ്സ് വിത്ത് ഫോറിൻ കമ്പനീസ്. അപ്പോൾ വിദേശ കമ്പനികളുമായിട്ട് കൊളാബറേഷനിൽ ടെക്നിക്കൽ കൊളാബറേഷനോട് കൂടിയിട്ട് ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥ വന്നു. ആൻഡ് ഓൾസോ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് വാസ് സെറ്റപ്പ് ടു പ്രൊമോട്ട് ആൻഡ് ചാനലൈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ബോർഡ് രൂപീകരിച്ചു, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്, FIPB. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് വാസ് സെറ്റപ്പ് എന്തിനു വേണ്ടി? ടു പ്രൊമോട്ട് ആൻഡ് ചാനലൈസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ബോർഡ് രൂപീകരിച്ചു. അതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. ഇതൊക്കെയായിരുന്നു 1991 പുതിയ വ്യവസായ നയത്തിലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. 1991 പുത്തൻ സാമ്പത്തിക നയത്തിന് അനുസരണമായിട്ട് വ്യവസായ നയത്തിൽ വന്ന മാറ്റങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സാമ്പത്തിക നയത്തിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യവസായ നയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. 6 പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് നമ്മളത് ചർച്ച ചെയ്തത്. 6 പോയിന്റുകളും ഓർമ്മിച്ച് വെക്കുക. പുതിയ വ്യവസായ നയത്തിൻ്റെ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സാണവ. നെക്സ്റ്റ് വി ഷാൾ ഡിസ്കസ് അബൌട്ട് ദ പില്ലേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. പുതിയ വ്യവസായ നയത്തിൻ്റെ പില്ലേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അവയെ ചുരുക്കപ്പേരിലാണ് നമുക്കറിയാം LPG എന്നറിയപ്പെടുന്നത്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. These 3 are the pillars of new industrial policy. പുതിയ വ്യവസായ നയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പില്ലേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങളായിട്ട് അറിയപ്പെടുന്നത് LPG ആണ്. ദാറ്റ് ഈസ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം. ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ. ലിബറലൈസിങ് ദ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ഓൾ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക. ബിസിനസ് വ്യവസായ രംഗങ്ങളിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുന്ന രീതിയാണ് ലിബറലൈസേഷൻ. ഉദാരവൽക്കരണം, എല്ലാം ഉദാരവൽക്കരിക്കുകയാണ്, എല്ലാം ലിബറലൈസ് ചെയ്യുകയാണ്. ഒന്നിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. ലിബറലൈസിങ് ദ ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ഓൾ അൺനെസസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. എല്ലാ കടുത്ത നിയന്ത്രണങ്ങളും എടുത്തു കളയുന്നു. ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, അബോളിഷിംഗ് ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് എ ഷോർട്ട് ലിസ്റ്റ്. വളരെ ചുരുക്കം ചില വ്യവസായങ്ങൾക്കൊഴികെ ബാക്കി എല്ലാത്തിനുമുള്ള ലൈസൻസിങ് സമ്പ്രദായം എടുത്തു കളഞ്ഞു, അബോളിഷ് ചെയ്തു. അബോളിഷിംഗ് ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് എ ഷോർട്ട് ലിസ്റ്റ്. വളരെ പരിമിതമായിട്ടല്ലേ, വളരെ കുറച്ച് വ്യവസായങ്ങൾക്കൊഴികെ ബാക്കി എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസിങ് രീതി എടുത്ത് കളഞ്ഞു. രണ്ടാമതായി, ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് പ്രാക്ടീസസ് ആക്ടിൽ, MRTP ആക്ട്, ആ MRTP ആക്ടിലെ പല പ്രൊവിഷൻസ് എടുത്തു കളഞ്ഞു. അപ്പോൾ അവിടെ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസിന് ഫ്രീഡം, ലാർജ് സ്കെയിലിൽ ബിസിനസ് നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. There is freedom in deciding the scale of business activities. ബിസിനസ്സുകാർക്ക് ഇത് തീരുമാനിക്കാം. കുത്തകകൾക്കെതിരെ, വൻകിട സ്ഥാപനങ്ങൾക്കെതിരെ പല നിയന്ത്രണങ്ങളും സ്വാതന്ത്ര്യാനന്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ അത്തരം നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. കാരണം പഴയ നമ്മുടെ പോളിസി എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം കുറയ്ക്കണം, ഈക്വാലിറ്റിയിൽ സോഷ്യലിസ്റ്റിക് പാർട്ടിയുടെ സൊസൈറ്റിയിൽ ഊന്നിയുള്ള ഒരു സാമ്പത്തിക നയമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചുകൊണ്ട് അവിടെ ബിസിനസ് ആക്ടിവിറ്റീസിൻ്റെ സ്കെയിലിന് യാതൊരു നിയന്ത്രണവും ഇല്ല. ദർ ഈസ് ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദ സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്.
ലാർജ് സ്കെയിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല. കുത്തകകളുടെ വളർച്ചയ്ക്ക് യാതൊരു വക അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനുള്ള രീതികളില്ലായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മൂവ്മെൻറ്റിലുണ്ടായിരുന്ന പല തടസ്സങ്ങളും ഒഴിവാക്കി. നമുക്കറിയാം, പഴയ കാലങ്ങളിലേക്കൊക്കെയും ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്ഫർ പറ്റില്ലായിരുന്നു. സാധനങ്ങളും സേവനങ്ങളും ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അല്ലെ, ഒക്ട്രോയും താരിഫും ഒക്കെ അതിന് ഈടാക്കിയിരുന്നു. അപ്പോൾ ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പഴയ കാലത്ത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യത്തിലൊക്കെ എന്താണ്, ഒരുപാട് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. ഫ്രീഡം ഇൻ ഫിക്സിങ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, പ്രൈസ് കൺട്രോൾ എടുത്തു കളഞ്ഞു. ബിസിനസ്സുകാർക്ക് തീരുമാനിക്കാം അവരുടെ ഉൽപ്പന്നങ്ങളുടെ, അവരുടെ സേവനങ്ങളുടെ വില. അപ്പോൾ പ്രൈസ് ഫിക്സേഷൻ എന്നുള്ളത് ഗവൺമെൻറ് ആ മേഖലയിൽ നിന്നും, പ്രൈസ് ഫിക്സിങ്ങിൽ അല്ലെങ്കിൽ പ്രൈസ് കൺട്രോളിംഗ് എന്നുള്ള ആ ചുമതലയിൽ നിന്നും ഗവൺമെൻറ് ഒഴിവായി. ദർ ഈസ് ഫ്രീഡം ഇൻ ഫിക്സിങ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, വില നിർണ്ണയനം ബിസിനസ് സംരംഭങ്ങൾക്ക് ചെയ്യാമെന്നായി. ആൻഡ് റിഡക്ഷൻ ഇൻ ടാക്സ് റേസ് ആൻഡ് ലിഫ്റ്റിംഗ് അൺനെസസറി കൺട്രോൾ ഓവർ ദ ഇക്കണോമി, നികുതി നിരക്കുകൾ കുറച്ചു. അതുപോലെ ഒരുപാട് കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. റിഡക്ഷൻ ടാക്സ് റേറ്റ്സ് ആൻഡ് ലിഫ്റ്റിംഗ് ഓഫ് അൺനെസസറി കൺട്രോൾ ഓവർ ദ ഇക്കണോമി ആൻഡ് ഓൾസോ സിംപ്ലിഫൈങ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ്. ഇമ്പോർട്ടും എക്സ്പോർട്ടും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ലഘൂകരിച്ചു. സിംപ്ലിഫൈങ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ്. ഇപ്പോൾ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഇക്കണോമിയെ ലിബറലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ലിബറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരുപാട് നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. ഒരു ഉദാരവൽക്കൃത നയം ഗവൺമെൻറ് പിന്തുടരാൻ തീരുമാനിച്ചു. കടുത്ത നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ഒക്കെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതി വന്നു. പ്രാരംഭ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇറക്കുമതിക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അതിന് കടുത്ത പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി, ലിബറലൈസേഷൻ്റെ ഭാഗമായി സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ കാര്യങ്ങളാണ്. ആൻഡ് ഓൾസോ മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ടു ഇന്ത്യ. വിദേശ നിക്ഷേപവും വിദേശ ടെക്നോളജിയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെന്നായി. മേക്കിംഗ് ഈസിയർ, എളുപ്പമാക്കിയതൊക്കെ. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ. നെക്സ്റ്റ് അബൌട്ട് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. എന്താണ് സ്വകാര്യവൽക്കരണം? ഗിവിംഗ് ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദ നേഷൻ ബിൽഡിംഗ് പ്രോസസ് ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പൊതുമേഖലയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ് പ്രൈവറ്റൈസേഷൻ. നാഷണലൈസേഷൻ നേരെ ഓപ്പോസിറ്റാണ് പ്രൈവറ്റൈസേഷൻ. ദേശസാൽക്കരണമാണ് നാഷണലൈസേഷൻ. എല്ലാം പബ്ലിക് സെക്ടറിലേക്ക് മാറ്റുന്നു. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ട് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. പൊതുമേഖലയുടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് അവിടെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. എന്നാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് പ്ലാൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ. ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഘട്ടഘട്ടമായിട്ട് പൊതുമേഖലയുടെ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റഴിക്കുന്ന രീതി വന്നു. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാവർത്തികമാക്കി. ഡിസൈഡഡ് ടു റെഫർ ദ ലോസ് മേക്കിംഗ് ആൻഡ് സിക്ക് എൻ്റർപ്രൈസസ് ടു ദ ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഇപ്പോൾ പൊതുമേഖലയിൽ തന്നെ കനത്ത നഷ്ടമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ പീഡിത വ്യവസായങ്ങൾ, സിക്ക് എൻ്റർപ്രൈസസ് ഉണ്ടായിരുന്നു. തകർച്ചയെ നേരിടുന്ന ഒരുപാട് വ്യവസായ മേഖലകളുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ലോസ് മേക്കിംഗ് ആയിട്ടുള്ളതും സിക്കായിട്ടുള്ള എൻ്റർപ്രൈസസിനെ ആ ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണോ തുടരണോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ബോർഡിന് ചുമതലപ്പെടുത്തി. ബോർഡ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ആൻഡ് അഗെയിൻ ഇംപ്രൂവ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ, പബ്ലിക് എൻ്റർപ്രൈസസ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും ലാഭവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ വന്നു. ആൻഡ് ഓൾസോ ഇൻക്രീസ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. നമുക്കറിയാം, പൊതുമേഖലയുടെ കുത്തകയായിരുന്ന പല മേഖലകളും സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നതോടുകൂടി കടുത്ത മത്സരം വന്നു. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരുപാട്
ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഗവൺമെൻറ്റിലേക്ക് ഫണ്ട് ലഭിച്ചു, അവരുടെയും ബിസിനസ് വിപുലപ്പെടുത്താൻ കഴിഞ്ഞു. ആ രീതിയിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനുള്ള നടപടികളുണ്ടായി. സ്വകാര്യ പങ്കാളിത്തം ബിസിനസ് മേഖലയിൽ വന്നപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള മത്സരങ്ങളുണ്ടായി. കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങളും ക്വാളിറ്റി പ്രോഡക്ട്സും അവിടെ പബ്ലിക്കിന് കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ പ്രൈവറ്റൈസേഷൻ മേന്മകളാണ്. അപ്പോൾ പ്രൈവറ്റൈസേഷനിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും എന്നാൽ തീരെ ലാഭകരമല്ലാത്ത സിക്കി യൂണിറ്റുകൾ അടച്ചുപൂട്ടാനും അത് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇവിടെ സ്വകാര്യ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തപ്പോൾ അവിടെ ആരോഗ്യകരമായിട്ടുള്ള മത്സരം വന്നു. ഉപഭോക്താക്കൾ കൂടുതൽ സേവനവും നല്ല ഉൽപ്പന്നങ്ങളും ലഭിച്ചു. ന്യായമായ വിലയ്ക്ക് കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ ലഭിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്നുള്ള നയത്തിലൂടെ ഇന്ത്യൻ ബിസിനസ് രംഗത്തിൻ്റെ വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ആൻഡ് ഓൾസോ റെഡ്യൂസ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളാകുമ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ കൂടുതലായിരിക്കും. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് ഇല്ല. അപ്പോൾ അത്തരത്തിൽ ബിസിനസ് ഫീൽഡിൽ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് റെഡ്യൂസ് ചെയ്യാൻ പ്രൈവറ്റൈസേഷൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അബൌട്ട് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷൻ എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് ദ വേരിയസ് ഇക്കണോമീസ് ഓഫ് ദ വേൾഡ് ലീഡിങ് ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് എ ഓപ്പൺ ഗ്ലോബൽ ഇക്കണോമി. ഓപ്പൺ ഗ്ലോബൽ ഇക്കണോമിയിലേക്കുള്ളൊരു മാറ്റമാണ്. നമ്മൾ കണ്ടു, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ക്ലോസ്ഡ് ഇക്കണോമിയിലാണ് നമ്മൾ ഊന്നൽ കൊടുത്തത്. ഇന്ത്യൻ വിപണി വിദേശീയർക്ക് നമ്മൾ തുറന്നു കൊടുത്തിരുന്നില്ല. വിദേശ കമ്പനികളിലെ ഇന്ത്യയിൽ ബിസിനസ് നടത്താൻ നമ്മൾ അനുവദിച്ചിരുന്നില്ല. അതാണ് ക്ലോസ്ഡ് ഇക്കണോമിയുടെ പ്രത്യേകത. എന്നാൽ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് വിദേശ കമ്പനികളെ ഇന്ത്യയിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ അനുവദിച്ചു. ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊക്കക്കോളയും പെപ്സിയും പോലെയുള്ള ഒരുപാട് ഗ്ലോബൽ ജയൻറ്റുകൾ അല്ലെങ്കിൽ ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾ ഇന്ത്യയിൽ വന്നു. സാമ്പത്തിക നയത്തിൻ്റെ മാറ്റത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടാണത് സംഭവിച്ചത്. സോ ഇൻ്റഗ്രേഷൻ ഓഫ് ദ വേരിയസ് ഇക്കണോമീസ് ഇൻ ദ വേൾഡ് ലീഡിങ് ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് എ ഓപ്പൺ ഗ്ലോബൽ ഇക്കണോമി. അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇക്കണോമി നമ്മൾ നമുക്കായി മാത്രം മാറ്റിവെക്കാതെ വിദേശ കമ്പനികളെ കൂടി ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിക്കുന്ന, അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഗ്ലോബലൈസേഷൻ. മറ്റ് വേൾഡ് ഇക്കണോമിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യലാണ്. നമ്മുടെ ഇക്കണോമിയെ ക്ലോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യുന്നു. മറ്റ് വേൾഡ് ഇക്കണോമീസുമായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതാണ് ഗ്ലോബലൈസേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ലിബറലൈസേഷൻ, എക്സ്പോർട്ട് പ്രൊമോഷൻ ത്രൂ റാഷണലൈസേഷൻ ഓഫ് ദ താരിഫ് സ്ട്രക്ചർ ആൻഡ് റിഫോംസ് വിത്ത് റെസ്പെക്ട് ടു ഫോറിൻ എക്സ്ചേഞ്ച്. ഗ്ലോബലൈസേഷൻ ഭാഗമായി നമ്മൾ നടപ്പിലാക്കിയ കാര്യമാണ്. ഇറക്കുമതി ഉദാരവൽക്കരണം നടത്തി. ഇറക്കുമതിക്കുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അവിടെ താരിഫ് റേറ്റുകളൊക്കെ അല്ലെങ്കിൽ നികുതി നിരക്കുകളൊക്കെ അവിടെ റാഷണലൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആയിരുന്നു. അതിലെ പല പ്രൊവിഷൻസ് എടുത്തു കളഞ്ഞുകൊണ്ട് പുതിയ നിയമം വന്നു. അതാണ് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് കൈകാര്യം ചെയ്യുന്നതിൽ കടുത്ത നിയന്ത്രണമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. ഫെറ എന്നുള്ള നിയമത്തിലൂടെ ഒരുപാട് കടുത്ത നിയന്ത്രണങ്ങളുണ്ടായിരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വിദേശ പണം കൈകാര്യം ചെയ്യുന്നതിൽ, വിദേശ കറൻസി കൈകാര്യം ചെയ്യുന്നതിൽ. ആ നിയന്ത്രണങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്നുള്ള പുതിയ നിയമം വന്നതോടുകൂടി ഇൻക്രീസ് ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് ദ വേരിയസ് നേഷൻസ് ഓഫ് ദ ഗ്ലോബൽ ഇക്കണോമി. അപ്പോൾ സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയിൽ നിന്ന് മാറി ഇൻ്റർഡിപ്പെൻഡൻസ്, ഇന്ത്യയിൽ സുലഭമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ കഴിയുന്നവ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുകയും, എന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ ചെലവിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നവ, നമുക്ക് ലഭിക്കുന്നവ ഇറക്കുമതി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ അവിടെ സെൽഫ് റിലയൻസ് മാറിയിട്ട് നമ്മുടെ പോളിസിയിൽ ഇൻ്റർഡിപ്പെൻഡൻസ് വന്നു. ഇൻക്രീസ് ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഓൾസോ ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് ദ വേരിയസ് നേഷൻസ് ഓഫ് ദ ഗ്ലോബൽ ഇക്കണോമി. ഇപ്പോൾ ഒരു ഗ്ലോബൽ ഇക്കണോമിയായി മാറി. ലോകത്ത് എവിടെ നിന്നും നമുക്ക് ഇറക്കുമതി ചെയ്യാം, ലോകത്ത് എവിടെയുള്ള രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാമെന്നുള്ള ഒരു സാഹചര്യം സംജാതമായി. ഫിസിക്കൽ
geographical gap or political boundaries no longer remain barriers of a business enterprise to serve as a customer in a distant geographical market. ഇപ്പോൾ രാജ്യ അതിർത്തികളില്ലാതായി ബിസിനസ്സിനെ സംബന്ധിച്ച്. ലോകത്തെവിടെയുമുള്ള ആൾക്കാർക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുമെന്നായി. ലോകത്ത് എവിടെ നിന്നും സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുമെന്നായി. ഒരു ഗ്ലോബൽ ഇക്കണോമിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വളർന്നു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി. So the physical, geographical gap or political boundaries no longer remain barriers. അത് തടസ്സങ്ങളല്ലാതായി മാറി. For a business enterprise to serve as a customer in a distant geographical market. This has been made possible by rapid advancement in technology and liberal trade policies of government. ഇത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റ് സാധ്യമാക്കിയത് പ്രധാനമായിട്ടും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുകൂടെ ഓൺലൈനായിട്ടുള്ള ഇടപാടുകൾ, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ട്രേഡ് പോളിസിയിലുണ്ടായ ലിബറലൈസേഷൻ. അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ചുവടുമാറ്റമാണ് ഗ്ലോബലൈസേഷനിലൂടെ ഉണ്ടായത്. സോ ദീസ് 3 ആർ ദ മെയിൻ പില്ലേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. പുതിയ വ്യവസായ നയത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക നയത്തിൻ്റെയോ പ്രധാനപ്പെട്ട 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് LPG ആണ്: ലിബറലൈസേഷൻ, privatization and globalization. Then we shall come to the next topic, that is about demonetization. നോട്ട് നിരോധനം, demonetization കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. The government of India made an announcement on November 8, 2016 with profound implications for Indian economy. ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് നവംബർ 8, 2016 നടപ്പിലാക്കിയത്. എന്തായിരുന്നു ആ തീരുമാനം? നമുക്ക് എവർക്കും അറിയാം. നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. The 2 biggest denomination notes 500 and 1000 were cancelled with immediate effect. അതാണ് ഡിമോണിറ്റൈസേഷൻ. നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചു. കേന്ദ്ര ഗവൺമെൻറ് നവംബർ 8, 2016 ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കി. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിരോധിച്ചു. ദിസ് ലീഡ് ടു 86% ഓഫ് ദ മണി ഇൻ സർക്കുലേഷൻ ഇൻവാലിഡ്. അപ്പോൾ ഒരു മജോറിറ്റി നോട്ടും അവിടെ ഇൻവാലിഡായിട്ട് മാറി. 86% ഇന്ത്യയിലെ നോട്ട് സർക്കുലേഷൻ്റെ 86% ഇൻവാലിഡായി തീർന്നു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അസാധുവായി. സോ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാഡ് ടു ഡെപ്പോസിറ്റ് ദ ഇൻവാലിഡ് കറൻസി ഇൻ ദ ബാങ്ക്സ് വിച്ച് കെയിം അലോങ് വിത്ത് റെസ്ട്രിക്ഷൻസ് പ്ലേസ്ഡ് ഓൺ ക്യാഷ് വിഡ്രോവൽസ്. അപ്പോൾ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ നിരോധിച്ചപ്പോൾ ആ കറൻസികൾ എക്സ്ചേഞ്ച് ചെയ്യണം. ആ കറൻസികൾ ബാങ്കിൽ കൊണ്ടുപോയി പണമാക്കി മാറ്റണം. അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താലും ആ പണം മുഴുവനും അപ്പോൾ തന്നെ എടുക്കാൻ സാധിക്കില്ല. പണം പിൻവലിക്കുന്നതിലും പല നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം 2000 പിന്നെ 10000 എന്നൊക്കെ പല നിയന്ത്രണങ്ങൾ പണം പിൻവലിക്കുന്നതിൽ കൊണ്ടുവന്നു. ദ എയിം ഓഫ് ഡിമോണിറ്റൈസേഷൻ വാസ് ടു കർബ് കറപ്ഷൻ, counterfeiting the use of high denomination notes for illegal activities and control the black money. ഈ 3 ലക്ഷ്യങ്ങളായിരുന്നു: അഴിമതിക്ക് തടയിടുക, കറപ്ഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ കള്ളനോട്ടുകൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ മോശം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ കള്ളനോട്ടുകളുടെ പ്രചാരം, അതുപോലെ കള്ളപ്പണം അത് നിയന്ത്രിക്കുക. ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. ഡിമോണിറ്റൈസേഷൻ ലക്ഷ്യം വെച്ചിരുന്നത് കറപ്ഷൻ ഒഴിവാക്കലാണ്. കൗണ്ടർഫിറ്റിംഗ് ദ യൂസ് ഓഫ് ഹൈ ഡിനോമിനേഷൻ നോട്ട്സ്. അന്നുണ്ടായിരുന്ന ഹൈ ഡിനോമിനേഷൻ നോട്ട് 500-ൻ്റെയും 1000-ൻ്റെയും ഒരുപാട് കള്ളനോട്ടുകൾ പ്രചാരത്തിലുള്ളത്, അത് ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അതിന് തടയിടുക. അതോടൊപ്പം തന്നെ കള്ളപ്പണം അത് നിയന്ത്രിക്കുക, ബ്ലാക്ക് മണി നിയന്ത്രിക്കുക, അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി അല്ലെങ്കിൽ നികുതി അടയ്ക്കാത്ത കള്ളപ്പണം അത് നിയന്ത്രിക്കുക. ഇതൊക്കെയായിരുന്നു ഡിമോണിറ്റൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യമായിട്ട്, ഇറ്റ് ഈസ് വ്യൂഡ് ആസ് എ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷർ. ദറ്റ് ഈസ് ബ്ലാക്ക് മണി ഹാഡ് ടു ബി ഡിക്ലെയർഡ് ആൻഡ് പേ ടാക്സസ് അറ്റ് എ പെനാൽറ്റി റേറ്റ്. അപ്പോൾ ഈ ഡിമോണിറ്റൈസേഷൻ ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷറായിട്ടാണ് സ്വീകരിച്ചത്. അതായത് അവിടെ വ്യക്തികളുടെ കൈവശമുള്ള അക്കൗണ്ടഡ് ആയിട്ടുള്ള പണം അല്ലെങ്കിൽ നിയമപ്രകാരം ഒരാളുടെ കൈവശമുള്ള പണം അത് ബാങ്കുകളിലേക്ക് എത്തുന്നു.
എന്നാൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതിന് പെനാൽറ്റി അടച്ചുകൊണ്ട് അവിടെ എല്ലാം ടാക്സ് വിധേയമാക്കുക. എല്ലാവരുടെ കൈവശമുള്ള പണവും അവിടെ ടാക്സ് അതോറിറ്റീസിലേക്ക് എത്തുകയും അതിൽ നിന്ന് നികുതി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, കള്ളപ്പണം മൊത്തത്തിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം സംജാതമാക്കുക. അപ്പോൾ ഇതൊരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷറായിട്ടാണ് സ്വീകരിച്ചത്. അപ്പോൾ അവിടെ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരികയും അതിന് അല്ലെങ്കിൽ ഒരു പിഴ നികുതി അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷറായിട്ടാണ് ഇത് വിഭാവനം ചെയ്തത്. ഡിമോണിറ്റൈസേഷൻ ഈസ് ഓൾസോ interpreted as a shift on the part of the government, indicating that tax evasion will no longer be tolerated or accepted. നികുതി വെട്ടിപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു അത്. ഡിമോണിറ്റൈസേഷൻ ഈസ് ഓൾസോ ഇന്റർപ്രറ്റഡ് ആസ് എ ഷിഫ്റ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ധീരമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു, നികുതി വെട്ടിപ്പ് ഇനി അനുവദിക്കില്ല. So demonetization also interpreted as a shift on the part of the government, indicating that tax evasion, നികുതി വെട്ടിപ്പ്, will no longer be tolerated or accepted. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ഡിമോണിറ്റൈസേഷൻ ഓൾസോ ലീഡ് ടു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ചാനലൈസിങ് സേവിങ്സ് ഇൻ ടു ദ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് കംപ്ലീറ്റ് സേവിങ്സും ചാനലൈസ് ചെയ്യുക. കള്ളപ്പണം വീട്ടിൽ ആരും അറിയാതെ സൂക്ഷിക്കുന്ന രീതി ഒഴിവാക്കി ജനങ്ങൾക്ക് സമ്പാദ്യമുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ബാങ്കുകളിലേക്ക് എത്തുന്ന ഒരു രീതി. സോ ഡിമോണിറ്റൈസേഷൻ ഓൾസോ ലീഡ് ടു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ചാനലൈസിങ് സേവിങ്സ് ഇൻ ടു ദ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം. ആൻഡ് ലാസ്റ്റ്ലി ക്രിയേറ്റ് എ ക്യാഷ്ലെസ് ഓർ ക്യാഷ് ലൈറ്റ് ഇക്കണോമി. കറൻസി രഹിത ഒരു ഇക്കണോമി ഉണ്ടാവുക, എല്ലാ ഇടപാടുകളും പണരഹിത ഇടപാടുകളാക്കുക, ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ ബാങ്ക് ഇടപാടുകൾ വരിക. അപ്പോൾ അതിലൂടെ കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ ഒഴിവാക്കുകയും അവിടെ കൃത്യമായിട്ട് എന്താണ് ഒരാളുടെ പണത്തിന് നികുതി ഗവൺമെൻറ് ലഭിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ അഴിമതിയും കള്ളപ്പണവും കള്ളനോട്ടും ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു നോട്ട് നിരോധനത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയും. ഡിമോണിറ്റൈസേഷൻ. Then the last topic in this chapter is about impact of government policy changes on business and industry. അപ്പോൾ നമ്മൾ കണ്ടു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളായിരുന്നില്ല 1991 ശേഷം ഇന്ത്യയിൽ അനുവർത്തിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ പല വെല്ലുവിളികളും നമ്മുടെ ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വാട്ട് ആർ ദ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി? വ്യവസായ വാണിജ്യ മേഖലകളെ ഗവൺമെൻറ് നയത്തിലുണ്ടായ വ്യത്യാസം, ഗവൺമെൻറ് പോളിസി ഒരുപാട് മാറി. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നു. അപ്പോൾ ഗവൺമെൻറ് പോളിസിയിൽ ഒരുപാട് കാതലായ മാറ്റങ്ങളുണ്ടായി. അത് പല വെല്ലുവിളികളും ബിസിനസ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ബിസിനസ് രംഗത്ത് ഉണ്ടായത്? പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് കടക്കാം. ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് കോമ്പറ്റീഷനാണ്. പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കടുത്ത മത്സരമുണ്ടായി. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് വന്നു. അതോടുകൂടി കടുത്ത മത്സരമുണ്ടായി. ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ റൂൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആൻഡ് എൻട്രി ഓഫ് ഫോറിൻ ഫേംസ്, കോമ്പറ്റീഷൻ ഫോർ ഇന്ത്യൻ ഫേംസ് ഹാസ് ഇൻക്രീസ്ഡ് especially in service industries like telecommunication, airlines, banking, insurance, etc., which were earlier in the public sector. അപ്പോൾ പ്രധാനമായിട്ട് കോമ്പറ്റീഷൻ വർദ്ധിക്കാനുള്ള രണ്ട് കാരണങ്ങൾ, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എടുത്തു കളഞ്ഞു, വിദേശ സ്ഥാപനങ്ങൾ ഒരുപാട് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ പൊതുമേഖലയിൽ മാത്രമുണ്ടായിരുന്ന പല സർവീസ് സെക്ടേഴ്സും സ്വകാര്യ മേഖലയ്ക്കും വിദേശ കമ്പനികൾക്കും കൂടി പങ്കാളിത്തം കൊടുത്തു. പ്രത്യേകിച്ചും ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും എയർലൈൻസ് രംഗത്തും ബാങ്കിങ്, ഇൻഷുറൻസ്, ഈ മേഖലയിലൊക്കെ പ്രൈവറ്റ് കമ്പനികളും ഫോറിൻ കമ്പനികളും വന്നു. ഇതൊക്കെ നാഷണലൈസ്ഡ് മേഖലയായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ കടുത്ത മത്സരം വന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ബിസിനസ് രംഗത്ത് കടുത്ത മത്സരം വന്നു എന്നുള്ളതാണ് പോളിസി ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് നയമാറ്റത്തിലുണ്ടായ ഒന്നാമത്തെ കാര്യം. ദെൻ സെക്കൻഡ്ലി മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് കൂടി. കാരണം കൂടുതൽ അവെയറായി അവർ. അപ്പോൾ ക്വാളിറ്റി പ്രോഡക്ട്സ് വേണമെന്നുള്ളൊരു ഡിമാൻഡ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ് ടുഡേ ഹാവ് ബിക്കം മോർ ഡിമാൻഡിങ് ബിക്കോസ് ദേ ആർ വെൽ ഇൻഫോംഡ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നവരാണ്. കസ്റ്റമേഴ്സിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധവാന്മാരാണ് അവർ. സോ മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദ
മാർക്കറ്റ് ഗിവ് ദ കസ്റ്റമേഴ്സ് വൈഡർ ചോയ്സ് ഇൻ പർച്ചേസിങ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായി. നേരത്തെ ചില കമ്പനികളുടെ മോണോപ്പൊളി ആയിരുന്നപ്പോൾ അവിടെ കോമ്പറ്റീഷൻ വന്നു. പ്രത്യേകിച്ചും ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ നമുക്കറിയാം, മൊബൈൽ സേവനങ്ങൾ. അപ്പോൾ അവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടി വന്നു. സോ മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സാണ് രണ്ടാമത്തെ പ്രത്യേകത. ഗവൺമെൻറ് പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ ബിസിനസ് റിഫ്ലക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ഗിവ്സ് ദ കസ്റ്റമേഴ്സ് വൈഡർ ചോയ്സ് ഇൻ പർച്ചേസിങ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് തേർഡ്ലി, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ടായി. കാരണം വിദേശ ടെക്നോളജി വരെ നമ്മൾ അനുവദിക്കുന്നു. അല്ലെങ്കിൽ ഫോറിൻ കൊളാബറേഷൻ, ടെക്നോളജി രംഗത്തും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലുമൊക്കെ നമ്മൾ ഫോറിൻ പാർട്ടിസിപ്പേഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ പെട്ടെന്ന് മാറ്റങ്ങളുണ്ടായി. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഫോഴ്സസ് ദ ഫേംസ് ടു ഡെവലപ്പ് ന്യൂ വേസ് ടു സർവൈവ് ആൻഡ് ഗ്രോ ഇൻ ദ മാർക്കറ്റ്. ന്യൂ ടെക്നോളജീസ് മേക്ക് ഇറ്റ് പോസിബിൾ ടു ഇംപ്രൂവ് മിഷൻസ്, പ്രോസസ്, products and services. The rapidly changing technological environment creates tough challenges before small firms. ഈ ടെക്നോളജിക്കൽ ചേഞ്ചസ് ചെറുകിട സ്ഥാപനങ്ങളെയാണ് ഏറെ കൂടുതൽ ബാധിച്ചത്. കാരണം ചെറുകിട സ്ഥാപനങ്ങൾക്ക് പുതിയ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ മോഡേണൈസേഷൻ നടത്തുക അത്ര എളുപ്പമല്ല. മാറുന്ന സാങ്കേതികവിദ്യ ഉടനടി നടപ്പിലാക്കാൻ ചെറിയ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല. വൻകിട സ്ഥാപനങ്ങൾക്ക് ചേഞ്ചസ് വരുന്നത് എളുപ്പമാണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് ആവശ്യമുള്ളതുകൊണ്ട്. എന്നാൽ ചെറുകിട സ്ഥാപനങ്ങൾക്ക് അത് വെല്ലുവിളിയായിട്ട് മാറി. അടിക്കടി ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ന്യൂ ടെക്നോളജി മേക്ക് ഇറ്റ് പോസിബിൾ ടു ഇംപ്രൂവ് മിഷൻസ്, പ്രോസസ്, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. ഇപ്പോൾ പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ മെഷീനുകൾ വേണ്ടി വരും, പ്രൊഡക്ഷൻ പ്രോസസ്സ് മാറ്റേണ്ടി വരും, പ്രോഡക്റ്റുകളിലും സർവീസുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അത് പ്രത്യേകിച്ചും എന്താണ്, ചെറുകിട സ്ഥാപനങ്ങൾക്കൊരു വെല്ലുവിളിയായിട്ട് മാറി. And fourthly speaking, necessity for change. മാറ്റം വരുത്താതെ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. അതായത് ബിസിനസ്സിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മാറ്റം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നായി. മാറാതെ ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ബിസിനസ് സർവൈവ് ചെയ്യണമെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം നടപ്പിലാക്കേണ്ടി വന്നു. സോ നെസസിറ്റി ഫോർ ചേഞ്ച്. ആഫ്റ്റർ 1991, the market forces have become turbulent, as a result of which the enterprises have to continuously modify their operations. അപ്പോൾ പുതിയ സാമ്പത്തിക നയത്തിനനുസരിച്ച് ബിസിനസ്സിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. ദെൻ നെക്സ്റ്റ് അബൌട്ട് നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വർദ്ധിച്ചു. ട്രെയിനിങ് നീഡ്സ് കൂടി. ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, മനുഷ്യ വിഭവശേഷിയെ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട ആവശ്യം വന്നു. നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് അനുസരിച്ച് അവരെ പ്രാപ്തരാക്കേണ്ടി വന്നു. നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. ഇന്ത്യൻ എന്റർപ്രൈസസ് ഹാവ് സഫേർഡ് ഫോർ ലോങ് വിത്ത് ഇൻആഡിക്വേറ്റ്ലി ട്രെയിൻഡ് പേഴ്സണൽ. വേണ്ട ട്രെയിനിങ് കിട്ടിയ ജീവനക്കാരില്ലാതായി നമുക്ക്. ദ ന്യൂ മാർക്കറ്റ് കണ്ടീഷൻ റിക്വയർ പീപ്പിൾ വിത്ത് ഹയർ കോമ്പിറ്റൻസ് ആൻഡ് ഗ്രേറ്റർ കമ്മിറ്റ്മെന്റ്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ കോമ്പിറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ജീവനക്കാരിൽ നിന്ന് കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകണമെങ്കിൽ, ആത്മാർത്ഥതയോടെ ജോലി ചെയ്യണമെങ്കിൽ നല്ല ട്രെയിനിങ് ജീവനക്കാർക്ക് കൊടുക്കേണ്ടി വന്നു. സോ ദിസ് റിക്വയർസ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് by giving proper training. And next point is market orientation. In a fast changing world, firms have to study and analyze the market first and produce goods accordingly. പഴയ രീതി എന്ന് പറഞ്ഞാൽ അവിടെ മാർക്കറ്റിംഗ് പ്രൊഡക്ഷന് ശേഷമായിരുന്നു ആരംഭിച്ചുകൊണ്ടിരുന്നത്. അല്ലെ മാർക്കറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ വിപണി കണ്ടെത്താം, അല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റിൽ കൂടുതൽ ഷെയർ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിറ്റഴിക്കാമെന്നുള്ളത് പ്രൊഡക്ഷന് ശേഷം ചിന്തിച്ചാൽ മതി എന്നുള്ളതായിരുന്നു പഴയ കാലഘട്ടത്തിൽ. എന്നാൽ അങ്ങനെയല്ല ഇന്ന്. മാർക്കറ്റ് ട്രെൻഡ്സ് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം മാർക്കറ്റ് സർവേ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി ആൻഡ് അനാലിസിസിലൂടെ ആദ്യം എന്താണ്, ആ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകൾ നിർണ്ണയിച്ചിട്ട് വേണം ഉൽപ്പാദനത്തിലേക്ക് കടക്കാൻ. സോ ഇൻ എ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ്, ഫേംസ് ഹാവ് ടു സ്റ്റഡി ആൻഡ് അനലൈസ് ദ മാർക്കറ്റ് ഫസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഗുഡ്സ് അക്കോർഡിംഗ്ലി. മാർക്കറ്റിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അല്ലാതെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മാറി. അതും തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ് മനസ്സിലാക്കുകയും അതിനനുസൃതമായിട്ട് ഉൽപ്പാദനം നടത്തുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അതാണ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ. ആൻഡ് ലാസ്റ്റ്ലി, ലോസ് ഓഫ് ബജറ്ററി സപ്പോർട്ട് ടു ദ പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്കുള്ള സപ്പോർട്ട് കുറച്ചു ബജറ്റിൽ.
പഴയ കാലങ്ങളിൽ പബ്ലിക് സെക്ടറിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ബജറ്റിൽ കൂടുതൽ തുക മാറ്റിവെച്ചിരുന്നത് പൊതുമേഖലയ്ക്കായിരുന്നു. അപ്പോൾ ആ പൊതുമേഖലയ്ക്ക് ബജറ്റിൽ മാറ്റിവെച്ചിരുന്ന തുക വെട്ടിക്കുറച്ചു. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവർ സ്വയം ഫണ്ട് കണ്ടെത്തേണ്ടി വന്നു. അതൊരു മറ്റൊരു പ്രത്യേകതയാണ്. The central government's budgetary support for financing the public sector outlays has declined over the years. പൊതുമേഖലയ്ക്ക് ഉണ്ടായിരുന്ന ബജറ്ററി അലോക്കേഷൻ കുറച്ചു. കാരണം പൊതുമേഖലകൾ സ്വന്തമായിട്ട് പണം കണ്ടെത്തണം. They will have it to be more efficient and generate their own resources for the purpose. സ്വയം ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ പൊതുമേഖലയ്ക്കുള്ള സപ്പോർട്ട് ബജറ്റിൽ കുറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയം ഫണ്ട് കണ്ടെത്തേണ്ട അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നു. ഇതൊക്കെയാണ് പുതിയ സാമ്പത്തിക നയത്തിൻ്റെ വെളിച്ചത്തിൽ ഗവൺമെൻറ് പോളിസിയിലുണ്ടായ മാറ്റങ്ങൾ ബിസിനസ്സിനെ ബാധിച്ചത്. ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി ചേഞ്ചസ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. 7 പോയിന്റുകളിലൂടെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. പുതിയ വ്യവസായ നയം അല്ലെങ്കിൽ സാമ്പത്തിക നയത്തിലുണ്ടായ മാറ്റങ്ങൾ, അതിലൂടെ ഗവൺമെൻറ് പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതെങ്ങനെയാണ് ബിസിനസ്സിനെയും വ്യവസായത്തെയും ബാധിച്ചത്? എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ ഗവൺമെൻറ് പോളിസിയിലുണ്ടായ മാറ്റം ബിസിനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്?